ഹലോ ഗായ്സ്, കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. അവിടെ നിന്നാണ് ബീച്ച് ആയിരിക്കുന്നത്. ഇത് ഡ്രൈവിംഗ് ബീച്ചാണ്. അങ്ങനെ ബുള്ളറ്റും അങ്ങനെ മലപ്പുറത്ത് നിന്ന് പോകാണ്. ഞാനുണ്ട്, വൈഫുണ്ട്. ഇതിനോട് ചോദിച്ചേട്ടോ, ദേവി എങ്ങനെയുണ്ട്, എന്താ അഭിപ്രായം? എന്താണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട്? പ്രതീക്ഷയിൽ വന്നതാ ഗായ്സ്, ബീച്ചിൽ റൈഡൊക്കെ ചെയ്യാം എന്ന് കരുതിയാണ് വന്നതാണ്. ഇത് പിന്നെ ഡ്രൈവിംഗ് ബീച്ചാണ്. കേരളത്തിലെ ഒരു ഡ്രൈവിംഗ് ബീച്ചാണുള്ളത്. അതാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ച്. പക്ഷേ ഈ വർഷക്കാലത്തിൽ ഇങ്ങോട്ട് വരാൻ പാടില്ല. പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ബൈക്ക് ഓടിക്കാനോ കാർ ഓടിക്കാനോ പറ്റില്ല. വർഷക്കാലം അല്ലെങ്കിൽ ഈ വെള്ളം കുറേ താഴെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചായ കുടിക്കാം, വാഹനങ്ങളൊക്കെ ഓടിക്കുകയും ചെയ്യാം. വേണ്ട, കുറേ താഴോട്ട് പോകും. പൊളി വൈബാണ് ഇവിടെ. NH ഒക്കെ അടിപൊളിയാട്ടോ. ഞങ്ങളിങ്ങനെ 110 സ്പീഡ്, 100 സ്പീഡ്, 90 ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. ചില ഭാഗങ്ങളിൽ പണി നടക്കുന്ന കാരണം വളരെ സ്ലോവിൽ സർവീസ് റോഡിലൂടെ വരണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊള്ളിയാണ്. മക്കൾ 2 കൊല്ലോ 3 കൊല്ലം കൂടി കഴിഞ്ഞാൽ കേരളത്തെ പിടിച്ചാൽ കിട്ടില്ല. അടിപൊളിയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മുടെ കേരളം മാറും. ഇത് ഇപ്പം നവീകരിച്ച കടൽ തീരമാണ്. ഒരു പണ്ടൊക്കെ അനുഭവിച്ചിട്ട് നമ്മുടെ റിയാസിൻ്റെ പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു. ആ സ്ഥലമാണിത്. അടിപൊളി പാർക്കാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇതേമാതിരി ഒരു പാർക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ കോഴിക്കോട് വേറെ ടൈപ്പ് ഉണ്ട്, പക്ഷെ ഇത് കുറച്ചും കൂടി അടിപൊളിയാണ്. ഇതൊരു പ്രതീക്ഷയുള്ള ഒരു കടൽ തീരമാണ് കേട്ടോ. നമ്മൾ കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കൊക്കെയാണ് അധികം യാത്ര ചെയ്യല്. ഈ ഭാഗങ്ങളിലേക്ക് അധികം യാത്ര ചെയ്യാറില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കൊയിലാണ്ടിയെ കണ്ടു. കൊയിലാണ്ടി, വടകര ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റി. അടിപൊളി വൈബ് തന്നെ കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്കിങ്ങനെ ആസ്വദിക്കാം. ഇവിടെ നിന്ന് ആസ്വദിക്കാം ഫാമിലിക്കൊക്കെ. ഇവിടെ ഈ വേനൽക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ധാരാളം ഡ്രൈവിംഗ് റൈഡുകളും വണ്ടികളുടെ ആർമാദങ്ങളായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം, ആസ്വദിക്കാം. അത് വേറൊരു ലെവലാണ്. ഞാൻ അപ്പോൾ കടയിൽ നിന്നൊരു ചായയൊക്കെ ഇങ്ങനെ വാങ്ങി. ബുള്ളറ്റ് വരാൻ നല്ല രസമാട്ടോ. പൊളി വൈബ്. അപ്പോൾ കടലൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കടല കഴിക്കാം. കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. വേണം സൈക്കിളിന് ലൈന്, സീറ്റിംഗ് ക്ലാസ്, ഫുഡ് വിയോസ്ക് എന്നൊക്കെ എന്തൊക്കെയോ സംഭവമുണ്ട്. ഗുഡ്സ് ആൻഡ് കൺട്രി അടിപൊളിയാണ്. പൊള്ളി വൈബ്. ക്യാമറ വരെ ഉണ്ട് തോന്നുന്നു. ഇവിടെ ക്യാമറയൊക്കെ കണ്ടിട്ടാണ്. ക്യാമറയൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. നല്ല ഗ്രാനൈറ്റൊക്കെ പൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ വേറെ ലെവൽ തന്നെ ആയിരിക്കും. ഇപ്പം ചായ അങ്ങനെ കുടിക്കുകയാണ് കടൽ തീരത്തിൽ. ഇനി വേഗം പോവാം. കിലോമീറ്ററോളം ഞങ്ങൾക്ക് മലപ്പുറത്തേക്ക് എത്താൻ വേണം. അപ്പോൾ ബുള്ളറ്റിൻ്റെ അടുത്ത് പോലെ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ബുള്ളറ്റ് റൈഡ് ചെയ്യാനോ അങ്ങനെ കരുതിയതായിരുന്നു. പക്ഷെ ആർത്തിരമ്പുന്ന തിരമാലകൾ ശക്തമായി ആഞ്ഞടിക്കുന്നത് കാരണം ഇതിലേക്കുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഗൈസ്. എന്ത് ചെയ്യും? പൊളി വൈബ് മക്കളെ, വേറെ ലെവൽ.
കടലമ്മ നമ്മളിങ്ങനെ മുത്തം വെക്കുകയാണ്. വാടാ മോനെ വാടാ മോനെ എന്ന് പറഞ്ഞ് വേണ്ട. ആദ്യം അങ്ങോട്ടൊന്നും കയറിയില്ല, ഇത് അങ്ങോട്ടൊക്കെ കയറി. ഇവിടെ ആർദോ ഷീറ്റ് കിടക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല മക്കളെ. ഇവിടെ ഷീറ്റ് ആരുടെയും ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തിയിട്ടുണ്ട്. വേണ്ടവർ വന്ന് എടുക്കാവുന്നതാണ്. ഒരു നീലിയുണ്ട്, ഒരു കറുപ്പുണ്ട്. അവിടെ ഒരു ദ്വീപ് പോലൊരു സംഭവം കാണാൻ കിട്ടാം. അത് എത്ര തിര വെച്ചിട്ടാ? 1, 2, 3, 4, 5, 5, 6, 7 തിരകളൊക്കെയാണ് ഒരേ സമയം മാഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഇതുപോലെ തിരകൾ കൂടുതലുള്ളൊരു ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 1 തിര 2 തിരക്ക് കാണാമെന്നല്ലാതെ ഇത് വരി വരിയായി വന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ തിരകൾ. ഇതല്ലേ സുന്ദര കേരളം.